പടം ഒരു രക്ഷയില്ല. നിവിൻ പോളി മമിത പെയറിങ് നമ്മളൊരു കൗതുകം ഉണ്ടായിരുന്നു ഈ പെയറിങ് എങ്ങനെ വർക്കാവും എന്നുള്ളത്. നിവിൻ പോളിയുടെ ആ ഒരു സേഫ് സോണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മമിതയുടെ ടൈമല്ലേ ഇപ്പം മൊത്തത്തിൽ സിനിമയിൽ മമിതയുടെ ഒരു ടൈമാണ്. വിജയ് പടം വന്നു, അതുപോലെ സൂര്യ പടം, അത് കഴിഞ്ഞ് നിവിൻ പോളി പടം. അങ്ങനെ ആർട്ടിസ്റ്റ് വൈസ് അവർ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്ത പോലെ തന്നെ പിന്നെ പുറകിൽ ടീം ഗിരീഷ് ഷേഡിയല്ലേ, ഒരു ഡൾ മൊമെന്റ് പോലും സിനിമക്കകത്തിൽ ഇല്ല എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ചിയർ ചെയ്ത് പിന്നെ തിയേറ്ററിനകത്ത് കൈയടിച്ച് ഓരോ കൗണ്ടറും ലാൻഡിങ് ആയി. ചില സാധനങ്ങൾ അതിൽ ചില സാധനം വർക്കാവാതെ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഇതെൻ്റെ +2 ഫ്രണ്ട്സിന് വർക്കാവും. അതായത് ഓരോ ജനറേഷൻ എന്ത് വേണ്ട വളരെ അപ്ഡേറ്റഡ് ആയ ഒരു ഡയറക്ടറാണ് ഗിരീഷ് ഷേഡി. അതേ ഓരോ ജനറേഷന് വേണ്ട ഒരു സംഭവം ഇട്ടിട്ട് അങ്ങനെയാണല്ലോ ഒരു ഫാമിലി മൂവീസ് അങ്ങനെയാണ് ഇട്ടുന്നത്. നിങ്ങൾ ഫാമിലി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ജനറേഷനിലുള്ള ആൾക്കാർ വന്ന് കാണുമ്പോൾ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. റെഫറൻസുകളൊക്കെ ഉണ്ട് നിവിൻ പോളിയുടെ, പക്ഷെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ക്യാരക്ടർ നിവിൻ പോളിയുടെ സ്റ്റൈലിൽ ചെയ്തു. ഗിരീഷ് ഷേഡിൻ്റെ ആ ഒരു ഡയറക്ഷൻ കീപ്പ് ചെയ്തു. എല്ലാവരും ഗംഭീരമായി പെർഫോം ചെയ്തു. ഓണം വിന്നർ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. എന്തായാലും ഈ സിനിമ ഒരു മസ്റ്റ് വാച്ചാണ്. ഒന്നുകൂടെ തിരുവോണം ദിവസം കാണാൻ നമ്മൾ തോന്നില്ല, 2 വട്ടം കാണാനുള്ളതുണ്ട്. ആ ഒരു ഫീലിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുമല്ലോ എന്താണ് ഇതിനകത്ത്. വീണ്ടും ചില പെട്ടെന്നുള്ള കൗണ്ടർ ആയതുകൊണ്ട് ചില സാധനങ്ങൾ നമ്മുടെ തലയുടെ മുകളിലൂടെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ സംഗീതം മുതൽ നമ്മൾ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വലിയ താരനിരയാണ്. സുരേഷ് ഏട്ടൻ മുതൽ സീനിയർ സുരേഷ് കൃഷ്ണ മുതൽ ഒരുപാട് നടന്മാരുണ്ട്. എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പിന്നെ നമ്മുടെ ആവേശത്തിലെ ശാന്തനുണ്ട്, എല്ലാവരും ശ്യാമുണ്ട്, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. എടുത്തെടുത്ത് പറയേണ്ട പെർഫോമൻസ് ആണ്. മസ്റ്റ് വാച്ച് ഓണം വിന്നർ ബത്ലഹേം കുടുംബ യൂണിറ്റ്.